കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അനുരാഗഗാനം പോലെ നമ്മളിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചി 2023 മിസ് കൊച്ചി കോൺടെസ്റ്റിൽ ഇന്ന് വിന്നർ ആരാണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? ഒരു ബ്യൂട്ടി പേജന്റ് ആകുമ്പോ സൗന്ദര്യം മാത്രമല്ലല്ലോ, ഐക്യം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ രണ്ടിലും വെൽ പ്രിപ്പയർഡ് ആണ്. ആരാണ് ഇന്നത്തെ മിസ് കൊച്ചി 2023 ആയി സെലക്ട് ആവാനായി പോകുന്നത് എന്ന് മിസ് കൊച്ചിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കും ഇനി നടക്കാനിരിക്കുന്ന മിസ് കേരള 2023 മത്സരത്തിലേക്ക് കൊച്ചിയെ റെപ്രസെന്റ് ചെയ്യുവാൻ യോഗ്യത നേടുന്നത്. നന്ദിത ചന്ദ്രൻ. ഈ ബ്യൂട്ടി പേജന്റിന്റെ പ്രായപരിധി ഇൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 18 to 22 ആണെന്ന് മാഡത്തിന് അറിയില്ലേ? അറിയാം, ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ കണ്ടിട്ട് ഈശ്വരാ, നേരം പോയല്ലോ. രജിസ്ട്രേഷന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവോ? ഏത് നേരത്താണോ ഈ പാട്ട വണ്ടിയിൽ എനിക്ക് ചേച്ചിയോ? ആരാണ് നിന്റെ ചേച്ചി? മിസ് ട്രിവാൻഡ്രം ആയിരുന്നു ഞാൻ. അറിയോ? എന്റെ പൈസ തന്നിട്ട് പോ. എന്നെ ഈ നാട് മുഴുവൻ ചുറ്റിച്ചതല്ലേ, ഇനി കുറച്ചേരം ഇവിടെ ഇരി. നീ ഇറങ്ങല്ലേ. അവിടെ ഇരിക്കുമ്പോളെ വെയില് കൊള്ളണ്ട. ഞാൻ പോയിട്ട് അന്വേഷിച്ചിട്ട് വിളിക്കാം. ഓക്കെ? അതൊക്കെ തരാടാ. ഈ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന 21 വയസ്സുകാരി നന്ദിത ചന്ദ്രൻ എന്തായാലും നിങ്ങളല്ല. അതിനാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. 35 വയസ്സുള്ള ഒരാളെ കണ്ടാൽ 21 വയസ്സുള്ള ആളെന്ന് ആരെങ്കിലും പറയോ? നന്ദിത ചന്ദ്രനെ 21 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ അത് ഇവളല്ല, എന്റെ ഇളയ മോൾ. ഇത് സുമിത ചന്ദ്രൻ, എന്റെ മൂത്ത മോളാ. മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതേ ഇളയോളാ. ഇവര് വരാൻ ഇത്തിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നേ, അതുകൊണ്ടാ ഇനിയിപ്പോ രജിസ്ട്രേഷന്റെ സമയം കഴിഞ്ഞു പോണ്ടെന്ന് വിചാരിച്ച് ഞാൻ അനീതിക്ക് വേണ്ടിട്ട് ക്യൂവിൽ നിന്നത് കേട്ടോ. ശരി, വേഗം കണ്ടസ്റ്റന്റ് വിളിക്കും. പെട്ടെന്ന് വിളിച്ചിട്ട് വാ. മോളെ നന്ദു, വെയില് തെരഞ്ഞു നിക്കല്ലേ, സ്കിൻ ടാൻ ആവും. എന്റെ പൈസ തന്നിട്ട് പോ. മോളെ നമുക്ക് 100 ഉള്ളല്ലോ. അതൊക്കെ മതി. എന്താ ഇവരെന്താ ഇങ്ങനെ കാണിക്കുന്നത്? എല്ലാവരുടെയും ഊഴം കഴിഞ്ഞിട്ട് വേണോ എന്റെ മോള് മേക്കപ്പ് ചെയ്യാൻ? വാ, അവിടെ പോയി നോക്കാം. അമ്മേ, ഈ സീറ്റ് ഫ്രീ ആയി. മാറ്റി. നീ എന്ത് നോക്കിക്ക? വാ, ഇവിടെ ഇരി. അപ്പൊ ശരി മോളെ, എല്ലാം ഓക്കെ ആയില്ലേ? അപ്പൊ നീ വേഗം റെഡി ആയിക്കോ. ഓൾ ദി ബെസ്റ്റ്. വിളിക്കും. എന്നാ ഇറങ്ങട്ടെ അമ്മ, ഇനി നിന്നാലേ ക്ലാസ്സിന് ലേറ്റ് ആവും. ക്ലാസ്സോ? ഇന്നോ? അതെന്താ, ഇന്ന് അവധി വല്ലതും ആണോ? അവധിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയൊരു മത്സരത്തിൽ നിന്റെ അനിയത്തി പങ്കെടുക്കാൻ പോവാ. ഈ ദിവസമെങ്കിലും നിനക്ക് നിന്റെ ട്യൂഷൻ ക്ലാസ് വേണ്ടാന്ന് വെച്ചൂടെ? ഞാൻ ട്യൂഷൻ ക്ലാസ്സിലല്ല പഠിപ്പിക്കുന്നത്. അമ്മയുടെ അടുത്ത് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കുന്ന, ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒക്കെ ഒന്ന് തന്നെയാ. ഇനി ഇപ്പൊ പഠിപ്പിക്കുന്നത് നഴ്സറി ക്ലാസ്സിലാണെന്ന് പറഞ്ഞാലും 4 അക്ഷരം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയല്ലേ അമ്മ? തുടങ്ങി അവളുടെ ക്ലാസ്. ചില നേരത്തെ നിന്നോട് സംസാരിച്ചാലും നിന്റെ അച്ഛനോട് സംസാരിക്കണ പോലെ തന്നെയാ. അത് കാണുന്നില്ല. എന്താ എന്താ മോളെ കാണാത്തെ?
കോസ്റ്റ്യൂം കൊണ്ടുവന്നില്ലേ? കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ കൂടെ ഇടാനുള്ള ബ്രേസ്ലെറ്റ് കാണുന്നില്ല. ആ ഗൗണിന്റെ കൂടെ ഇടാൻ വെച്ചിരുന്ന പിങ്ക് ബ്രേസ്ലെറ്റോ? ആ ചേച്ചി, ഞാൻ അതൊക്കെ എടുത്തു വെച്ചതാ, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. ടെൻഷൻ അടിക്കണ്ട, അത് ഇവിടെ എങ്ങാനും കാണും. നമുക്ക് തപ്പിയെടുക്കാം ഇപ്പോ. അവിടെ ഒന്നും ഇല്ല, ഞാൻ നോക്കിയതാ. അതില്ലാതെ ആ ഡ്രസ് ഇട്ട് റാമ്പിലോട്ട് ഇറങ്ങാൻ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. ചേച്ചിക്ക് അറിയാലോ, ഇത് നടക്കാൻ പോകുന്നത് ടൈറ്റ് കോമ്പറ്റീഷനാ. കോൺഫിഡൻസ് ഇല്ലാതെ റാമ്പിൽ പെർഫോം ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല. അമ്മ എന്താ ചെയ്യപ്പോ? മോളെ, നീ ഒന്ന് ചെന്ന് അവളുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഒരു ബ്രേസ്ലെറ്റ് എവിടെന്നെങ്കിലും വാങ്ങിട്ട് വാ. അയ്യോ സമയം. ആ ചേച്ചി പ്ലീസ്, എക്സ്ക്യൂസ് ഒന്നും പറയില്ല. ഇപ്പൊ എങ്ങനെയല്ലോ അത് വാങ്ങിച്ചു വരണം. നിന്ന് നേരം കളയാതെ ഒന്ന് ചെല്ലു സുമി, അല്ലെങ്കിൽ അവള് കരഞ്ഞു പിഴിഞ്ഞ മേക്കപ്പ് എല്ലാം കൊളാക്കും. ശരി ശരി, ഞാൻ പോയിട്ട് വരാം. നീ കരഞ്ഞതിന്റെ മേക്കപ്പ് ഒന്നും കളയാൻ നിൽക്കണ്ട. ഓക്കെ. ഭാരത് ഫാർമ എന്ന കമ്പനിയെ ഇന്നും ടോപ്പ് പൊസിഷനിൽ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് നമ്മുടെ മാർക്കറ്റ് ഷെയർസിനുള്ളത്. ദിനം പ്രതി നമ്മുടെ കമ്പനിയുടെ ഷെയറുകളുടെ മാർക്കറ്റ് റേറ്റ്സ് വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട്, അതായത് 2021 മുതൽ ഭാരത് ഫാർമയുടെ മാർക്കറ്റ് റേറ്റ്സിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് ഈ പ്രസന്റേഷനിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിലായി ഞങ്ങളുടെ നെറ്റ് പ്രോഫിറ്റിന്റെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്. ദാറ്റ്സ് ഓൾ ജെന്റിൽമാൻ, താങ്ക് യു. ഗിരി, നീ എന്തേ ആലോചിച്ചു കൂട്ടുന്നത്? സൈൻ ചെയ്യാൻ വന്ന ഡീല് വേഗം സൈൻ ചെയ്ത് ഇറങ്ങാൻ നോക്ക്. കല്യാണത്തിന് സമയത്ത് അവിടെ എത്തണ്ടേ? മുഹൂർത്താവാൻ ഇനി മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. ഓക്കെ, ഈ ഡീൽ ഞാൻ സൈൻ ചെയ്യുന്നില്ല. നോട്ട് ഇൻട്രസ്റ്റഡ്. എക്സ്ക്യൂസ് മീ ഗിരിധർജി, ഞങ്ങളുടെ ടീമിനോട് ടേക്ക് ഓവർ ചെയ്യാൻ SS ഗ്രൂപ്പിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞതാണല്ലോ. പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കൻ ആസ്ക് ഓപ്പൺലി. ഇവിടെ നടന്ന പ്രസന്റേഷൻ സാർ ശരിക്കും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടെ. മനസ്സിലാവാതെ പോയതല്ല, മനസ്സിലായതുകൊണ്ടാണ് ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയത്. നിങ്ങൾ കേട്ടത് ശരിയാണ് മിസ്റ്റർ മൽഹോത്ര. ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ SS ഗ്രൂപ്പിന് താല്പര്യം ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. അന്ന് നിങ്ങളതിന് താല്പര്യം കാണിച്ചില്ല. ഇന്ന് എനിക്ക് താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതല്ല, അവസാന നിമിഷം നിങ്ങളിങ്ങനെ പിന്മാറുമ്പോ അതിന്റെ കാരണം അറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. ഓക്കെ, മിസ്റ്റർ സെന്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ആ പ്രസന്റേഷൻ ഒന്നുകൂടി ആരംഭിക്കാം. ഒരു കമ്പനി ടോപ്പ് ലെവലിലാണെന്ന് അവകാശപ്പെടണമെങ്കിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ ആ കമ്പനിക്ക് ഒരു കുത്തകയുണ്ടാവണം. ഇനി പറയണം മിസ്റ്റർ സെന്തിൽ, ഞാൻ എന്തിനു വേണ്ടി ഈ കമ്പനി ഏറ്റെടുക്കണം? സോറി ഗൈസ്, ദി ഡീൽ ഈസ് ഓഫ് ആൻഡ് താങ്ക് യു ഫോർ ദ പ്രസന്റേഷൻ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും സ്വന്തമായിട്ട് ഗ്ലാസ് കൊണ്ടു നടക്കേണ്ട അവസ്ഥയാണ്. ഏറ്റവും താഴേക്കടയിലുള്ള ജീവനക്കാർക്ക് പോലും അവരുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണിത്. അങ്ങനെ ഒരു കമ്പനി ഇന്നല്ലെങ്കിൽ നാളെ തകർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സോ 1 minute, ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന മെസ്സേജ് വന്നു. വാട്ട്? ക്യാൻസൽഡോ? വേറെ ഫ്ലൈറ്റ് ഉണ്ടോ നോക്കിയേ? ഇല്ല സർ, എല്ലാം റീഷെഡ്യൂൾഡ് ആണ് ഡ്യൂ ടു ബാഡ് വെതർ. അറ്റ് എനി കോസ്റ്റ് എനിക്ക് നാട്ടിലെത്തിയേ പറ്റൂ. എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഇനി മണിക്കൂറുകളെ ബാക്കിയുള്ളൂ.
എന്ത് വില കൊടുത്തും എനിക്ക് മുഹൂർത്തത്തിന് മുമ്പ് എത്തിയേ പറ്റൂ ആകാശ്. എടാ നമ്മൾ എന്ത് ചെയ്യാനാ? സംഭവിച്ചൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ലല്ലോ. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഉടനെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഇനി നാളെ രാവിലെ നോക്കിയാൽ മതി. നോ, നവ്യയുടെ കല്യാണത്തിന് ഞാൻ ഇല്ലാണ്ടിരിക്കാനോ? അതെങ്ങനെ ശരിയാവും? അവളെ അത് എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? Come on. Excuse me. Hope I am not intruding. No, never. Please be seated. രണ്ടാമത്തെ ആലോചനയിൽ ഞാൻ എന്റെ തീരുമാനം മാറ്റി. ഈ ഡീൽ സൈൻ ചെയ്യാനും ഭാരത് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്യാനും SS ഗ്രൂപ്പ് തയ്യാറാണ്. ഐ മീൻ, നിങ്ങൾ എന്റെ മുമ്പിൽ വെച്ച ആ ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം. Definitely. Why not? ഓക്കെ, जाओ साहब को दे दो. ഭാരത് ഫാർമ എന്ന ഈ കമ്പനി ഞാൻ സൈൻ ചെയ്യുന്ന നിമിഷം മുതൽ ഭാരത് ഫാർമയുടെ പ്രൈവറ്റ് ജെറ്റ് ഉൾപ്പെടെ എനിക്ക് സ്വന്തമായിരിക്കും. Yes, sir. Surely it's yours. Thank you. Okay, thank you. കൃത്യസമയത്തിന് നവ്യയുടെ കല്യാണത്തിനെത്താൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു എന്നറിയാം. എന്നാലും ഇതല്പം കടുത്തുപോയി. അതാണ് ഈ നിമിഷം എനിക്ക് ഏറ്റവും പ്രധാനം. എന്റെ അമ്മയുടെയും അനിയത്തിമാരുടെയും സന്തോഷത്തിന് വേണ്ടി എന്തു നഷ്ടവും ഞാൻ സഹിക്കും. വന്നോ? എല്ലാരും എത്തിയല്ലോ. ഭാരതിക്ക് അമ്മേ. മോനെ പുറപ്പെട്ടില്ലേ? ദേ പുറപ്പെട്ടു കഴിഞ്ഞല്ലോ. അവിടെ എന്തായി കാര്യങ്ങളൊക്കെ? ദേ ഇവിടെ ഒരുക്കങ്ങളെല്ലാം റെഡിയായി. ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. നവ്യം ദേ ഇപ്പൊ റെഡിയാവും. എന്നാ പിന്നെ താമസിപ്പിക്കണ്ട. വേറൊന്നുമില്ലല്ലോ. അല്ല മോനെ, അമ്മ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. എന്ത് കാര്യമാണമ്മേ? ഇന്ന് വൈകിട്ടത്തെ റിസപ്ഷൻ ഇടാൻ വേണ്ടി നമ്മൾ ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന ജ്വല്ലറി ഇല്ലേ, അതിനേക്കാളും ഹൈദരാബാദ് പേൾസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവൂന്ന് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു. അതിനെന്താ അമ്മേ, നമുക്ക് വാങ്ങാലോ. മോനെ, പിന്നെ നവ്യ അവളുടെ ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ഒക്കെ ഓൺലൈനിൽ നിന്ന് തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഹൈദരാബാദ് പേൾസ്. ഹൈദരാബാദ് പേൾസ് ഞാൻ ഇപ്പൊ തന്നെ അയച്ചിട്ടേക്കാം. എവിടെ നിന്നായാലും ഞാനത് കണ്ടുപിടിച്ച് വാങ്ങിയിട്ടേ വരുള്ളൂ. നവിയോട് പറഞ്ഞേക്കൂ. ശരി മോനെ. എനിക്ക് പിങ്ക് കളറിലുള്ള ഒരെണ്ണം ആക്ച്വലി വേണ്ടത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡയമണ്ട് ജുവലേഴ്സിനെയും കോൺടാക്ട് ചെയ്യണം. കോൾ മിസ്റ്റർ റാം ദഹിയ, സ്റ്റാർ ചോയ്സ് ജുവലേഴ്സിന്റെ MD. അറിയാം സർ. ഞാൻ കുറച്ച് ഡിസൈൻസ് ഫോർവേഡ് ചെയ്യും. അത് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം. ഓക്കെ? എടാ, ലാസ്റ്റ് മിനിറ്റ് ഇത് കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ ഗിരി? അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല ആകാശേ. എന്റെ അനിയത്തി ആഗ്രഹിച്ചൊരു കാര്യം അത് നടത്തി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനൊരു ഏട്ടനാണെന്ന് പറയുന്നതിൽ എന്താണ് ഒരർത്ഥം?
ഈ ജ്വല്ലറിയുടെ തിളക്കം ഞാൻ അവളുടെ മുഖത്താ കാണാൻ പോകുന്നത്. ഷീ വിൽ ബി സോ ഹാപ്പി. ഇതൊക്കെ അണിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന അവളുടെ കൈ പിടിച്ച് വരന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോ എന്റെ ജീവിതത്തിലെ ഒരു വലിയ കടമയാണ് നിറവേറാൻ പോകുന്നത് ആകാശേ. അതൊരു ഏട്ടന്റെ കടമയല്ല, ഒരച്ഛന്റെ കടമയാണ്. ഹലോ സർ, നിങ്ങളിത് എവിടെയാ? ക്ലാസ് ഒന്നും അറിയില്ല. അത് ഞാനൊരു എമർജൻസിയിൽ പെട്ടുപോയതുകൊണ്ടാ. എന്ത് എമർജൻസി? ഒരു ഫാമിലി എമർജൻസി ആയിരുന്നു സർ. പിന്നെ ലീവ് വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു. ഇല്ല, ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം. വേണ്ട വേണ്ട, എങ്കിൽ തന്നെ എപ്പോഴത്തേക്ക് എത്തും? എനിക്കൊരു 10-20 മിനിറ്റ് എടുക്കും. അത്ര സമയം? ഒരു 20 മിനിറ്റിൽ എത്തിക്കോളാം. ശരിയാക്കി വേഗം വരാൻ നോക്ക്. ഓക്കെ സർ. ശരി സർ, താങ്ക് യു. ഇത്രയും ഗ്രാൻഡ് ആയ ഒരു കല്യാണം ഈ അടുത്ത കാലത്തെങ്ങും ഈ നാട്ടിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. അനിയത്തിമാരുടെ ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് ഗിരിക്ക് പണ്ടേ വലിയ നിർബന്ധം. എന്നിട്ട് ഗിരി എവിടെ? കണ്ടില്ലല്ലോ. നീ എത്തിയോ? ഇപ്പഴാ എനിക്കൊരു സമാധാനായത്. എന്തായി, നീ വാങ്ങിയില്ലേ? പിന്നെ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കുവോ? നവ്യ അയച്ചു തന്ന 3 ഡിസൈനും വാങ്ങി. പിന്നെ എനിക്ക് നല്ലതെന്ന് തോന്നിയ 2 വേറെ. ഇനിയാണെങ്കിലും അവൾക്ക് ഉപയോഗിക്കാലോ. അവളെവിടെ? അവള് റൂമില് റെഡിയാവുന്നു. ഇതുവരെ റെഡി ആയില്ലേ? മുഹൂർത്തത്തിന് സമയമായല്ലോ. എടാ, ഈ പറഞ്ഞ പേഴ്സിന്റെ സെറ്റ് ഇല്ലാത്ത നേരമൊക്കെ കളഞ്ഞ് പല ജ്വല്ലേഴ്സ് കയറി ഇറങ്ങി നീ വാങ്ങിക്കൊണ്ടുവരാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് ചില്ലറയല്ലെന്ന് എനിക്കറിയാം. നിന്റെ അമ്മയ്ക്ക് ഒന്ന് ആലോചിച്ച് അതൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എടാ, അതിനിപ്പോ എന്ത് പറ്റിയെന്ന്? എടാ, നിന്നോടൊരു നന്ദി വാക്ക് പറയാൻ പോലും നിന്റെ അമ്മ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. എടാ, ഇന്നത്തെ ദിവസത്തെ തിരക്ക് നമ്മൾ കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ ആകാശേ? അതിനിടയിൽ നന്ദി വാക്ക് പറയുന്നതാണോ വലിയ കാര്യം? അല്ലെങ്കിലും സ്വന്തം വീട്ടുകാരുടെ ഇടയിൽ എന്തിനാ ഈ താങ്ക്സും ഫോർമാലിറ്റീസും ഒക്കെ? നീ വന്നേ, വേഗം ഫ്രഷ് ആയി ഡ്രസ്സ് മാറിയിട്ട് വരാം. വാ. അമ്മേ, എവിടെയായിരുന്നു നീ? എത്ര നേരം ഞാൻ സാധനം കിട്ടണ്ടേ? എടാ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവെന്താന്ന് വെച്ചാൽ മതി, ബാക്കി എനിക്കറിയാം. വെറുതെ ആവർത്തിച്ച് നീ ബുദ്ധിമുട്ടണ്ട. എടാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് ഞാനൊരു കല്യാണം കഴിക്കാത്തതാണ്. ഞാനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അതോടുകൂടി ഈ ലോകത്തെ സകല മനുഷ്യരുടെയും പ്രശ്നങ്ങളെല്ലാം തീർന്നേനെ. മനസ്സിലായി? എടാ, 10,000 പ്രാവശ്യം കേട്ട കാര്യങ്ങളല്ലേടാ നീ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എടാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലുതായി കാണുന്നത് എന്റെ അമ്മയും അനിയത്തിമാരും ഒക്കെയുള്ള എന്റെ കുടുംബമാ. അവരോടുള്ള എന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ എനിക്ക് എന്റേതായ കുറച്ചൊക്കെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട് താനും. പിന്നെ എന്റെ ഈ തടിയും സ്വഭാവ രീതികളും എന്റെ കുറെ ഇൻസെക്യൂരിറ്റീസും ഇതൊക്കെ മനസ്സിലാക്കി ഇനി ഏത് പെണ്ണെന്നെ അക്സെപ്റ്റ് ചെയ്യാനാടാ? നീ വന്നേ, താഴേക്ക് വാ. പ്രണയം കാലാതീതമാണ്. രൂപമോ പ്രായമോ മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സോ ഒന്നും തന്നെ യഥാർത്ഥ പ്രണയത്തിന് ഒരിക്കലും വിലങ്ങുതടികളാവില്ല. സമ്പത്തും സൗന്ദര്യവും പോലുള്ള ബാഹ്യഘടകങ്ങളെ ആശ്രയിക്കാത്ത ഒന്നാണ് യഥാർത്ഥ പ്രണയം എന്നാണ് ലോകപ്രശസ്തരായ പ്രണയ കവികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. ഏതോ കാലത്ത് കവികൾ പറഞ്ഞതിന് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? കാലം മാറിയില്ലേ? ആരത്? ആ പറഞ്ഞ മഹതി ഒന്ന് എഴുന്നേറ്റെ കാണട്ടെ. ദേ മാം, ടീനയാ പറഞ്ഞത്. അല്ല മാം, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ, അഭിപ്രായം എന്തായാലും അവിടെ ഇരുന്ന് പറയാതെ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ വ്യക്തമായിട്ട് പറയൂ. അല്ല മാം, ഇന്നത്തെ കാലത്ത് ഉദാത്ത പ്രണയത്തിനൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മാം, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ച് ഞങ്ങൾക്കുള്ള സങ്കല്പങ്ങളേ വേറെയാ. അതിൽ പ്രണയത്തിന് ഒരു റോളും ഇല്ല. അത് കൊള്ളാലോ.
പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും പറ്റാത്ത രണ്ടുപേരെങ്ങനെയാ ഒരുമിച്ച് ജീവിക്കുന്നത്? അതിലൊക്കെ കാര്യമുണ്ട് മിസ്സേ. മിസ് ഒന്ന് ആലോചിച്ചേ, UK-ലും കാനഡയിലും മാറി മാറി വരുന്ന ഹോളിഡേ ട്രിപ്സ്, പാർട്ടി, ബ്രാൻഡഡ് ക്ലോത്ത്സ്, ആഡംബരം നിറഞ്ഞ ലൈഫ് സ്റ്റൈൽ, പിന്നെ പണം കൊടുത്ത് വാങ്ങാവുന്ന എല്ലാവിധ സുഖ സൗകര്യങ്ങളും. ഇതൊക്കെ തരാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ പിന്നെ ആർക്ക് വേണം ഈ പ്രണയവും മണ്ണാങ്കട്ടിയും? കെട്ടുന്നുണ്ടെങ്കിൽ നല്ല റിച്ചായ പയ്യനെ കെട്ടണം, അല്ലെങ്കിൽ പിന്നെ എത്ര വലിയ പ്രണയവും ദാരിദ്ര്യം പിടിച്ച കേസ് ഇട്ടേ. പണം കൊടുത്ത് വാങ്ങാനാവാത്ത വിലപിടിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ഈ ജീവിതാനുഭവങ്ങളിലൂടെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഹലോ, എന്താ ഇവിടെ? വാട്ട്സ് ഹാപ്പനിങ്? ഒന്നുമില്ല മാഡം. ദേ ഈ മാഗസിനിൽ ഇവള് കാണിച്ചെന്ന ഫോട്ടോ നോക്കുമായിരുന്നു. എന്ത് ഫോട്ടോ? സൗത്ത് ഇന്ത്യയിലെ കോടീശ്വരനായൊരു ബിസിനസ്മാൻ ആണ് മാം, വൺ മിസ്റ്റർ ഗിരിധർ നമ്പ്യാർ. മാഡത്തിന് അറിയില്ലേ, നമ്മുടെ SS ഗ്രൂപ്പിന്റെ ഉടമ, ദ മൾട്ടി മില്യനെയർ. അതാര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസുമായിട്ട് എന്തിനാണ് ഈ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്? സോറി മാം, നമ്മൾ പറഞ്ഞത് വെച്ച് ചെറിയൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം പറഞ്ഞതാ. എന്ത് കണക്ഷൻ? അത് പിന്നെ ഇയാൾക്ക് 45 വയസ്സുണ്ട്, പക്ഷേ ക്രോണിക് ബാച്ചിലറാ. അതുകൊണ്ട് അതൊരു കുറ്റമാണോ? അതല്ല മാം, നേരത്തെ ടീന പറഞ്ഞതുപോലെ ഇയാളെ കല്യാണം കഴിക്കുന്ന പെണ്ണിന് ആഡംബരം നിറഞ്ഞൊരു ലൈഫ് ഉറപ്പാ. യഥാർത്ഥ പ്രണയത്തിന് പ്രായമൊന്നൊരു പ്രശ്നമല്ലെന്നല്ലേ മാം പറഞ്ഞത്? പിന്നെന്താ? യഥാർത്ഥ പ്രണയത്തിന് പ്രായം മാത്രമല്ല, പണവും ഒരു വലിയ ഘടകമാവരുത്. ഒരുമിച്ച് ചെലവഴിക്കുന്ന സന്തോഷവും സ്നേഹവും നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഈ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പോ അങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് വേണം ഈ കല്യാണമൊക്കെ, കേട്ടോ? അങ്ങനെ ഒരാളെ കിട്ടാത്തത് കൊണ്ടായിരിക്കില്ലേ മാം ഇതുവരെ കല്യാണം കഴിക്കാതിരുന്നത്? ഇന്നത്തെ ക്ലാസ് എന്തായാലും കൊള്ളായിരുന്നു. എടാ പോവാണേ, ബാഗ് ഒന്ന് പിടിച്ചേ. ഏതോ ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. പ്രണയതന്ത്രി നീട്ടുവാനെൻ പ്രാണനിൽ. മാം, ആ മാഗസിൻ മാഡത്തിനോട് അത് എടുത്തോട്ടോ. വേണ്ട വേണ്ട, പാടി. ആ മോളെ, ആച്ചാ ക്ലാസ് കഴിഞ്ഞോ മോളെ? ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളച്ചാ. ആ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. മിസ് കൊച്ചിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാ. ശരിക്കും? ആ, അമ്മ ഇപ്പൊ വിളിച്ചിരുന്നു. വലിയൊരു വിജയം നേരിട്ടത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാണ്ട് പോയല്ലോ. അവൾ എന്നോട് പിണങ്ങി കാണും. ഞാനെന്നാ അങ്ങോട്ട് ചെന്നിട്ടേ അവരെയും കൂട്ടി വരാം. അവരെന്നെ കാത്തവിടെ നിൽക്കുന്നുണ്ടാവേ. ശരി, പോയിട്ട് വാ മോളെ. ശരി. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. സാറ് നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നോ, ഞാൻ ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല. ഐ വാസ് വിത്ത് മൈ സൺ ഇൻ കുവൈറ്റ്. ഓ, തന്റെ മോടെ കല്യാണത്തിന് വിളിച്ച വന്നല്ലേ പറ്റൂ. വിഷിംഗ് ദം ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു, താങ്ക് യു. അവളെ സാറൊന്ന് അനുഗ്രഹിച്ചിട്ടേ പോകാവൂ. ഷുവർ. അവള് മുകളിലുണ്ട്. ഒരു എടാ, നിന്റെ മോളുടെ കല്യാണം എന്നാ ധരിച്ചു വെച്ചിരിക്കുന്നത്. നീ എന്താ തിരുത്താത്ത? എന്തിന്? അദ്ദേഹം പറഞ്ഞാൽ എന്താടാ തെറ്റ്? നവ്യ എന്റെ അനിയത്തിയാണെങ്കിലും അവളെ ഞാൻ എന്റെ മോളെ പോലെയല്ലടാ വളർത്തിയത്. അതുകൊണ്ട് ഞാൻ അവളുടെ അച്ഛനാണെന്ന് കരുതിയാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതുമാത്രമല്ല, എടാ, ഇന്നത്തെ ചടങ്ങുകൾക്ക് എന്തായാലും ഞാനൊരു അച്ഛന്റെ റോളിലല്ലടാ. ഇന്നത്തെ ദിവസം ഇത്രയും സന്തോഷത്തോടെ ഞാൻ കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കൈ പിടിച്ച് കിഷോറിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് ആരാന്നറിയോ നിനക്ക്? ഈ ഞാനാടാ.
അവളുടെ മൂത്ത ചേട്ടനായ എന്റെ ഉത്തരവാദിത്വമാണ് അത്. അത് ചെയ്യുമ്പോ മനസ്സിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന സന്തോഷമുണ്ടല്ലോ, അതൊരു ജ്യേഷ്ഠന്റെ അല്ലടാ, ഒരച്ഛന്റെയാ. മുഹൂർത്തം ആവാറായി. നിന്റെ ഏട്ടൻ ഇത് എവിടെ പോയി കിടക്കുവാ? ചേട്ടൻ ഗസ്റ്റുകളോട് എങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ടാവും. മുഹൂർത്തത്തിന് നിന്റെ കൈ പിടിച്ചു കൊടുക്കേണ്ട ആളാണോ ഗസ്റ്റുകളുടെ കാര്യം അന്വേഷിക്കാൻ പോയിരിക്കുന്നത്? ഇനി എവിടെയാന്ന് വെച്ചാ അവനെ ഒന്ന് അന്വേഷിക്കുക. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഈ ബഹളത്തിനിടയിൽ അവൻ ഇനി അത് കേൾക്കാൻ പോന്നെ. ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ദേ പെട്ടെന്ന് ആവട്ടെ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. മുഹൂർത്തത്തിന് ഇനി വെറും 10 മിനിറ്റേ ഉള്ളൂ. കന്യാദാനം നടത്തേണ്ട ആള് മണ്ഡപത്തിന്റെ 7 അയലത്ത് പോലും ഇല്ല. സ്വന്തം അനിയത്തിയുടെ കല്യാണം നടക്കാൻ പോകുന്നേ. ആ ഒരു ചിന്തെങ്കിലും വേണ്ടേ? ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയാൽ എങ്ങനെ ശരിയാവും? ഇതിൽ കൂടുതൽ എന്ത് സ്ഥാനമാടാ എനിക്ക് എന്റെ കുടുംബത്തിൽ കിട്ടേണ്ടത്? അമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഇനി സമയമുണ്ടല്ലോ അല്ലേടാ? പിന്നെ ആ വന്നല്ലോ. അമ്മേ, എന്റെ നിധി, നീ എന്നെ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലുമല്ലോ. ഇന്നത്തെ ദിവസമെങ്കിലും കുറച്ച് ഉത്തരവാദിത്തം കാണിച്ചൂടെ? പറയുന്ന കേട്ടത്തൊന്നും ഞാൻ താലികെട്ട് കഴിഞ്ഞാ എത്തിയെന്ന്. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയില്ലേട്ടാ. പിന്നെ സിംഗപ്പൂർ പോയിട്ട് പുതിയ കമ്പനിയൊക്കെ ടേക്ക് ഓവർ കേട്ടു. കൺഗ്രാറ്റ്സ് ബ്രോ. താങ്ക് യു. ആകാശേട്ടാ. ഹായ്. മതി മതി, നടക്ക്. മുഹൂർത്തം കഴിഞ്ഞു പോവും. സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിന് അവസാന നിമിഷം കയറി വന്നിരിക്കുന്നു. വായങ്ങോട്ട്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഒരു പ്രോഗ്രാം. അത് നേരത്തെ കഴിഞ്ഞല്ലോ, എല്ലാരും പോയി. ഇത്രയും വലിയൊരു സന്തോഷം ഉണ്ടായിട്ട് എനിക്ക് അവളുടെ കൂടെ ഉണ്ടാവാൻ പറ്റിയില്ല. അവൾ എന്തായാലും പിണങ്ങി കാണും. അതെ അതെ, നമുക്ക് അടിച്ചു പൊളിച്ചങ്ങ് ആഘോഷിക്കാം. നല്ല സൂപ്പർ ഐഡിയ അല്ലേ? പിന്നെ മിസ് കേരള, മിസ് ഇന്ത്യ, മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്, അങ്ങനെ എല്ലാ കോൺടെസ്റ്റിലും അയച്ചിട്ട് അവളുടെ ഫുൾ ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തു. സത്യം സെലക്ടഡ് ആസ് മിസ് കൊച്ചി. പിന്നെ നിനക്ക് വരാൻ പോകുന്ന ഫിലിമിന്റെ ഒക്കെ ഓഫർ ആയിരിക്കും. കൺഗ്രാറ്റുലേഷൻസ് നന്ദു. സുമി ചേച്ചി എവിടെയായിരുന്നു ഇത്രയും നേരം? ഇന്നത്തെ ഈ അഭിമാന നേട്ടത്തിന് ചേച്ചിയുടെ വക മോക്കൊരു സമ്മാനം. താങ്ക് യു താങ്ക് യു താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. ഓ, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നൊരു ചേച്ചി കാരണം എനിക്ക് വിൻ ചെയ്യാനും അത്ര കോൺഫിഡൻസോടെ ചെയ്യാനും പറ്റിയേ. താങ്ക് യു സോ മച്ച്. ഐ എം സോ പ്രൗഡ്. ചേച്ചി ചേച്ചി എന്താ മുകളിലോട്ട് നോക്കിയിരുന്ന സ്വപ്നം കാണാണോ? എന്താ പറ. ഇത് മോക്ക് വേണ്ടി ചേച്ചി വാങ്ങിച്ചൊരു ചെറിയ സമ്മാനം. കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? കോഫി വിത്തൗട്ട് ജ്യൂസ് മതി. എനിക്ക് കോഫി മതി. 2 കോഫി വിത്തൗട്ട് ഷുഗർ, അവർക്ക് ഒരു ജ്യൂസ്. ഓക്കെ, വേഗം എടുക്കണേ. ഞാനപ്പോ പറഞ്ഞെന്തായിരുന്നു? നവ്യമോളി വീട്ടിലേക്ക് വന്നു കയറിയത് ഇന്നലെ കഴിഞ്ഞ പോലെ ഞാൻ ഓർക്കുക. എത്ര പെട്ടെന്ന് കാലം കടന്നുപോയി. ഇന്നവളുടെ കല്യാണമായി.
ഇനി അവൾ ഈ വീട്ടിൽ അവളില്ലല്ലോ എന്ന് ഓർക്കുമ്പോ അടുത്തത് കന്യാദാനം. അച്ഛനില്ലാച്ച മൂത്ത ജ്യേഷ്ഠനുമാവാം. മോനെ നിതീഷേ, വിളിച്ചത് കേട്ടില്ല, ഇങ്ങ് കേറുവാ. ഇന്ന് ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കൈ പിടിച്ച് കിഷോറിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് ആരാന്നറിയോ നിനക്ക്? ഈ ഞാനാടാ.